നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാക് അധീന കശ്മീരിലെ പ്രക്ഷോഭം ഒരുവിധം പരിഹരിച്ച് മുന്നോട്ടു പോകാൻ തുടങ്ങുമ്പോഴാണ് പാകിസ്ഥാനിൽ അടുത്ത സംഘർഷാവസ്ഥ ഉടലെടുത്തിരിക്കുന്നത്. ഇത്തവണ മറുവശത്ത് അഫ്ഗാനിസ്ഥാനാണ്. പ്രശ്നം പുതിയതൊന്നുമല്ല. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിൽ കാലങ്ങളായി നിലനിൽക്കുന്ന സംഘർഷം അതിന്റെ ഏറ്റവും പുതിയ രൂപത്തിൽ അവതരിച്ചെന്ന് മാത്രം. ഒക്ടോബർ 15 വൈകിട്ട് 6 മുതൽ 48 മണിക്കൂർ നേരത്തേക്കാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കപ്പെടുമെന്ന കാര്യത്തിൽ ഇപ്പോഴും പാകിസ്ഥാനോ അഫ്ഗാനോ ഉത്തരവില്ല. ഒക്ടോബർ 9 പുതിയ സംഭവ വികാസങ്ങളുടെ തുടക്കം. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിലും കിഴക്കൻ മേഖലയിലും വ്യോമാക്രമണങ്ങൾ ഉണ്ടായി. ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്നാണ് പൊതുവെയുള്ള വാദം. ഇക്കാര്യം ഇതുവരെ പാകിസ്ഥാൻ ഔദ്യോഗികമായി സമ്മതിച്ചിട്ടില്ലെങ്കിലും പാകിസ്ഥാന്റെ നിത്യ ശത്രുവും നിരോധിത സംഘടനയുമായ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാനെ അതായത് TTP ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഇതിനു മുൻപും TTPക്കെതിരെ പാക് സൈന്യം ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലും അവ പ്രധാനമായും അതിർത്തി മേഖലകളെ ലക്ഷ്യമിട്ടായിരുന്നു. ആക്രമണത്തിൽ അതിർത്തി പോസ്റ്റുകൾ ഉപേക്ഷിച്ച് ഓടി ഒളിച്ച പാക് സൈനികരുടെ വസ്ത്രങ്ങളാണ് ഇപ്പോൾ വിജയ പതാകയായി താലിബാൻ പ്രദർശിപ്പിച്ചത്. അതിന്റെ ദൃശ്യങ്ങളും കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഡുറാൻഡ് ലൈനിന് സമീപമുള്ള സൈനിക പോസ്റ്റുകളിൽ പാക് സൈനികർ ഉപേക്ഷിച്ച വസ്ത്രങ്ങളും ആയുധങ്ങളും അഫ്ഗാനിലെ നാം ഗ്രഹാർ പ്രവിശ്യയിലാണ് താലിബാൻ പ്രദർശിപ്പിച്ചത്. ഇതിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇതിനിടെ താലിബാൻ പാക് സൈനിക ടാങ്കുകൾ പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. പാക് പതാക പതിപ്പിച്ച ടാങ്കുകൾ താലിബാൻ സേനാംഗങ്ങൾ കൊണ്ടുപോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ഇന്നലെ പുലർച്ചെയാണ് കാണ്ഡഹാർ പ്രവിശ്യയിലെ സ്പിൻ ബോൾഡാക് ജില്ലയിൽ പാക് സൈന്യത്തിന്റെ വെടിവയ്പുണ്ടായത്. ഷെല്ലാക്രമണത്തിലും വെടിവയ്പിലും 15 സാധാരണക്കാർ കൊല്ലപ്പെട്ടിരുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം 100-ലേറെ പേർക്ക് പരിക്കേറ്റു. പിന്നാലെ അഫ്ഗാൻ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു. നിരവധി പാക് സൈനികരെ വധിച്ചെന്നും ടാങ്കുകളും ആയുധങ്ങളും പിടിച്ചെടുത്തെന്നും സൈനിക കേന്ദ്രങ്ങൾ തകർത്തെന്നും അഫ്ഗാൻ അറിയിച്ചു. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ പ്രവിശ്യയിൽ 6 പാക് സൈനികരെ ഭീകരർ വധിച്ചു. 6 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ആഴ്ച 11 പാക് സൈനികരാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ നിഴൽ യുദ്ധമാണ് നടത്തുന്നതെന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖുജ ആസിഫ് തീരുമാനങ്ങൾ എടുക്കുന്നത് അഫ്ഗാനിസ്ഥാനിലല്ല ഇന്ത്യയിലാണെന്നാണ് പാക് മന്ത്രിയുടെ പുതിയ ആരോപണം. അഫ്ഗാൻ പാക് സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഗുരുതര ആരോപണവുമായി ഖുജ ആസിഫ് രംഗത്തെത്തിയത്. താലിബാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തക്കി അടുത്തിടെ നടത്തിയ 6 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനിടെ ചില പദ്ധതികൾ തയ്യാറാക്കിയെന്നും പാക് മന്ത്രി ആരോപിച്ചു. അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യൻ സന്ദർശനം ഔദ്യോഗികമായി വ്യാപാരത്തിലും ഉഭയകക്ഷി ബന്ധങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നുവെങ്കിലും ഇതിന് മറ്റ് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് പാക് മന്ത്രിയുടെ ആരോപണം. അതേസമയം ദിവസങ്ങളായി തുടരുന്ന അതിർത്തിയിലെ രൂക്ഷമായ ഏറ്റുമുട്ടലുകൾക്ക് ശേഷം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ 48 മണിക്കൂർ വെടിനിർത്തൽ നിലവിൽ വന്നു. ബുധനാഴ്ച രാത്രിയോടെയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. ഇരു രാജ്യങ്ങളിലെ സർക്കാരുകളും ഇത് സ്ഥിരീകരിച്ചു. എന്നാൽ വർദ്ധിച്ചു വരുന്ന അക്രമം അവസാനിപ്പിക്കാൻ വെടിനിർത്തലിൽ ആവശ്യപ്പെട്ടത് എതിർ രാജ്യമാണെന്ന് ഇരു സർക്കാരുകളും പരസ്പരം അവകാശപ്പെടുന്നുണ്ട്. വെടിനിർത്തൽ കാലയളവിൽ സങ്കീർണവും എന്നാൽ പരിഹരിക്കാവുന്നതുമായ പ്രശ്നത്തിന് ക്രിയാത്മകമായ ചർച്ചകളുടെ പരിഹാരം കണ്ടെത്താൻ ഇരുപക്ഷവും ആത്മാർത്ഥമായി ശ്രമിക്കുമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ ലംഘിക്കുന്നില്ലെങ്കിൽ കരാർ പാലിക്കാൻ തങ്ങളുടെ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് താലിബാൻ സർക്കാരും വ്യക്തമാക്കി. അഫ്ഗാനിസ്ഥാൻ അണ്ടർ താലിബാൻ റൂൾ എന്ന എക്സ് അക്കൗണ്ടിൽ നിന്നും പങ്കുവച്ച വൈറൽ വീഡിയോ സമൂഹമാധ്യമ ഉപയോക്താക്കളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ആണവായുധം പോലും കയ്യിലുണ്ടെന്ന് അവകാശപ്പെടുന്ന പാകിസ്ഥാന്റെ സൈനിക ടാങ്കുകൾ അടക്കം വാഹനങ്ങളായി പോകുന്ന അഫ്ഗാൻ താലിബാൻ സൈന്യത്തിന്റെ വീഡിയോയായിരുന്നു അത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായ സംഘർഷത്തിലാണ് പാക് അഫ്ഗാൻ അതിർത്തി. ഇരുപക്ഷവും സംഘർഷത്തിലെ മേധാവിത്വത്തെ ചൊല്ലി വാക്പോര് തുടരുന്നതിനിടെയാണ് താലിബാൻ പാക് സൈനിക ടാങ്ക് അടക്കമുള്ള വാഹനങ്ങളുമായി പോകുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെട്ടത്. പിന്നാലെ വീഡിയോ വൈറലായി. ഒരു വാഹനത്തിൽ നിന്നും ചിത്രീകരിച്ച ദൃശ്യങ്ങളിൽ റോഡിന്റെ ഒരു വശത്തുകൂടി നിരനിരയായി പോകുന്ന സൈനിക വാഹനങ്ങൾ കാണാം. ടാങ്കുകൾ അടക്കമുള്ള സൈനിക വാഹനങ്ങളുടെ പിന്നിൽ പാക് പതാക പതിപ്പിച്ചിട്ടുണ്ട്.
അതേസമയം വാഹനത്തിൽ താലിബാന്റെ കൊടികളാണ് പറക്കുന്നത്. സൈനിക വാഹനത്തിന് മുകളിൽ താലിബാനികൾ ആയുധങ്ങളുമായി ഇരിക്കുന്നതും കാണാം. ചൊവ്വാഴ്ച രാത്രി ഖൈബർ പഖ്തൂൺഖ പ്രവിശ്യയിലെ അതിർത്തിയിൽ പാകിസ്ഥാൻ സുരക്ഷാ സേനയും താലിബാനും തമ്മിൽ വീണ്ടും ശക്തമായ ഏറ്റുമുട്ടലാണ് നടന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിനിടെയാണ് താലിബാൻ പിടികൂടിയ പാകിസ്ഥാൻ സൈനികരുടെ വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. പിന്നാലെ ഏറ്റുമുട്ടലിനിടെ അഫ്ഗാൻ പാകിസ്ഥാൻ സൈനിക ടാങ്കുകൾ പിടിച്ചെടുത്തുവെന്ന് അവകാശപ്പെടുന്ന വീഡിയോകളും പങ്കുവയ്ക്കപ്പെട്ടു. സോവിയറ്റ് കാലഘട്ടത്തിലെ T-55 ടാങ്ക് ആണെന്നും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ സെർബിയയിൽ നിന്ന് വാങ്ങിയതാണ് ഈ ടാങ്കുകളെന്നും ചില റിപ്പോർട്ടുകൾ അവകാശപ്പെട്ടു. താലിബാൻ ഈ T-55 ടാങ്ക് പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്ന് പിടിച്ചെടുത്ത് അഫ്ഗാൻ പ്രദേശത്തേക്ക് കൊണ്ടുപോവുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. പാക് സൈന്യം അതിർത്തിയിൽ താലിബാനെതിരെ ഉപയോഗിക്കുന്ന ടാങ്കുകളാണ് ഇവയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അവർ യുദ്ധത്തിൽ നിന്ന് മടങ്ങി വരുന്നു, പൊടി പിടിച്ചും ക്ഷീണിച്ചും. ഒപ്പം പാകിസ്ഥാൻ ടാങ്കും കൊണ്ടുവന്നു. ദൈവം അനുഗ്രഹിച്ചാൽ അവരെല്ലാം കാന്തറിലേക്ക് മടങ്ങുന്നുവെന്നും വാഹനം ഓടിച്ചിരുന്നാൽ പറയുന്നതും വീഡിയോയിൽ കേൾക്കാം. അതേസമയം വീഡിയോ വ്യാജമാണ് എന്നും ചിലർ സമൂഹ മാധ്യമങ്ങളിൽ സംശയം ഉന്നയിച്ചു. അഫ്ഗാനിസ്ഥാൻ തലസ്ഥാനമായ കാബൂളിലും കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ ഒരു മാർക്കറ്റിലും പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയെന്ന് ആരോപിച്ചാണ് താലിബാൻ കഴിഞ്ഞ ആഴ്ച മുതൽ പാകിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷം ആരംഭിച്ചത്. തീവ്രവാദികളുടെ ഒളിത്താവളമെന്ന് ആരോപിച്ച് പാകിസ്ഥാൻ നേരത്തെയും അതിർത്തി കടന്ന് അഫ്ഗാനിസ്ഥാനിൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തിയതിനെ ചൊല്ലി പ്രധാനമന്ത്രി മോദിക്കെതിരെയും വിമർശനം ഉയരുന്നുണ്ട്. താലിബാൻ നേതാക്കൾ വരെ മാധ്യമങ്ങളെ കണ്ടിട്ടും മോദി ഇന്ത്യൻ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നില്ല എന്നതാണ് പ്രധാന ആക്ഷേപം. വനിതാ മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കിയതിലുള്ള മൗനവും ചോദ്യം ചെയ്യപ്പെടുന്നു. എന്നാൽ എംബസിയിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് മോദിക്ക് ഉത്തരവാദിത്തമില്ലെന്നും ചിലർ വാദിച്ചു. താലിബാൻ നേതാക്കൾ വരെ ഇന്ത്യയിലെത്തി വാർത്താ സമ്മേളനം നടത്തി. എന്നിട്ടും നരേന്ദ്രമോദി ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കുന്നില്ലെന്നാണ് പ്രധാന വിമർശനം. ഡൽഹിയിലെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വനിതാ മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കിയതിൽ മൗനം പാലിച്ചതിലും പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമുണ്ട്. താലിബാൻ നേതാവ് ഇന്ത്യയിൽ വന്ന് പത്രസമ്മേളനം നടത്തിയിട്ടും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ പ്രധാനമന്ത്രി ഇതുവരെ മാധ്യമങ്ങളെ നേരിൽ കണ്ടിട്ടില്ലെന്നാണ് ഒരാൾ എക്സിൽ കുറിച്ചത്. മോദിയും താലിബാൻ സർക്കാരുമായുള്ള ബന്ധം ആശങ്ക ഉയർത്തുന്നതായും ചിലർ പ്രതികരിക്കുന്നു. 11 വർഷത്തിലേറെയായി അധികാരത്തിലിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ ഒരു പത്രസമ്മേളനം നടത്താത്ത സാഹചര്യത്തിലാണ് താലിബാൻ മന്ത്രി ഇന്ത്യയിൽ വാർത്താ സമ്മേളനം വിളിക്കുന്നത്. മണിമുഗ്ധ ശർമ്മ എന്ന എക്സ് ഉപയോക്താവാണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്കും അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി താലിബാനിൽ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് ഇന്ത്യൻ ജനത പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ നേർവിപരീതമായ സംഭവങ്ങളാണ് രാജ്യ തലസ്ഥാനത്തുണ്ടായത്. മോദിയിൽ പ്രതീക്ഷ വെക്കുന്നത് പാഴാണെന്നുമാണ് ഒരാളുടെ പ്രതികരണം. അതേസമയം മോദിയെ അനുകൂലിച്ച് ഏതാനും സംഘപരിവാർ ഹാൻഡിലുകളും രംഗത്തുണ്ട്. ഡൽഹിയിലെ അഫ്ഗാൻ എംബസിയിൽ താലിബാൻ നേതാക്കൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിനെ മോദി എന്ത് പിഴച്ചുവെന്നാണ് ഇക്കൂട്ടരുടെ ചോദ്യം. വനിതാ മാധ്യമ പ്രവർത്തകർ നേരിട്ട വിവേചനത്തിൽ പ്രതികരിച്ച ലോക്സഭാ എംപിയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധിയെയും ചിലർ വിമർശിക്കുന്നുണ്ട്. ഇന്ത്യയിലെത്തിയത് വെറും താലിബാൻ നേതാക്കൾ മാത്രമല്ല, അഫ്ഗാൻ സർക്കാരിലെ പ്രതിനിധികളാണെന്നും അവരെ താലിബാൻ എന്ന് വിശേഷിപ്പിച്ചതിൽ ഗൂഢാലോചനയുണ്ടെന്നും ഒരു വിഭാഗം ആളുകൾ പറയുന്നു. മോദിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രിയങ്ക ഗാന്ധിയുടെ എക്സ് പോസ്റ്റിനെ മുൻനിർത്തിയാണ് വിമർശനം. വാർത്താ സമ്മേളനത്തിൽ നിന്ന് വനിതാ മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കിയതിൽ മോദി മറുപടി പറയണമെന്നായിരുന്നു പ്രിയങ്കയുടെ ആവശ്യം. എന്നാൽ സംഭവത്തിൽ ഇന്ത്യൻ സർക്കാരിന് യാതൊരു പങ്കുമില്ലെന്നായിരുന്നു കേന്ദ്രം അറിയിച്ചത്.